പരിചയപ്പെടാൻ പോകുന്നത് സാംസങ് ഗാലക്സി S22 അൾട്രയുടെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ S22 അൾട്രയിൽ ആൻഡ്രോയിഡ് 13 ബേസ്ഡ് OnUI 5ൻ്റെ ബീറ്റ 2 വെർഷൻ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് നിങ്ങൾ സാംസങ്ങിൻ്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ, സാംസങ് മെമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കുറേ ബാനേഴ്സ് കാണാൻ പറ്റും. അതിൽ OnUI ബീറ്റ പ്രോഗ്രാം എന്ന ബാനറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് വീണ്ടും ഒരു ബാനർ കാണാം, OnUI ബീറ്റ പ്രോഗ്രാം. അതിനകത്ത് ജോയിൻ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ജോയിൻ നൗവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു സ്ക്രീനായിരിക്കും വരുന്നത്. അതിന് ഏറ്റവും താഴെയായിട്ട് വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പം ഞാനിത് ഓൾറെഡി വിഡ്രോ ചെയ്തിരിക്കുന്നുണ്ട്, ഓൾറെഡി എൻറോൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് വിഡ്രോ എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എൻറോൾ എന്നുള്ളൊരു ഓപ്ഷനായിരിക്കും വരുന്നത്. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഗ്രി ചെയ്ത് എൻറോൾ ചെയ്യുക. എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതായത് എൻറോൾ ചെയ്ത് ഒരു 10 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് വരുന്നതാണെന്ന്. അപ്പോൾ നിങ്ങളിത് എൻറോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എടുക്കുക. അതിനകത്ത് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾറെഡി എനിക്കിപ്പോൾ ഡൗൺലോഡ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഡൗൺലോഡ് പോസ് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ ഡൗൺലോഡ് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം OnUI 5 അപ്ഗ്രേഡ് ആൻഡ്രോയിഡ് 13 എന്നും പറഞ്ഞിട്ട് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബീറ്റ 2 വെർഷനാണ്. അപ്പോൾ ഫസ്റ്റ് ബീറ്റ വെർഷൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ബീറ്റ 2 വെർഷൻ ഇന്ത്യയിലും ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബീറ്റ 2 ടെസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ഈ ഒരു ഓപ്ഷൻ വഴിയിട്ട് നിങ്ങൾ എൻറോൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ബീറ്റ വെർഷനാണ്. അപ്പോൾ ചിലപ്പോൾ ബഗ്സൊക്കെ കാണാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.